ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഗോവ ട്രിപ്പിൻ്റെ 3rd ഡേ ആണ്. അന്ന് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വരികയാണ്. ഫ്രൈഡേ ആയിരുന്നു കേട്ടോ റിട്ടേൺ. രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ മഴ കാരണം കൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചു. മോൻ പോയിട്ടുണ്ടായിരുന്നു, മോനേട്ടനും അമ്മുമൊക്കെ പോയി. എന്നിട്ട് അമ്മ അവിടെ എത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയില്ല, മഴയൊക്കെ ഇപ്പോൾ വിജയേഷൻ ക്ഷണിക്കണമില്ല. അപ്പോൾ ഞാനും പോകാൻ നിന്നില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയിട്ടോ. അവർ രാവിലെ തന്നെ വന്ന് എൻ്റെ ഡോറിലൊക്കെ ഇങ്ങനെ മുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. മോനവിടെ ബീച്ചിലൊക്കെ നന്നായി കളിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് പോയത് നേരത്തെ പോയ അവിടെ തന്നെ കേട്ടോ. അത് കാന പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയത്. അപ്പോൾ ഞങ്ങളന്ന് ഞാൻ പൂരിയൊക്കെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതിന് മുമ്പത്തെ ദിവസം ആ വലിയ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തല്ലോ. അപ്പോൾ അന്ന് പൂരി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോഹ കൊണ്ടുവന്നു അയാൾ. എന്നിട്ട് പിന്നെ നമ്മൾ പൂരി വരാൻ വീണ്ടും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ ചെക്കൗട്ടിൻ്റെ സമയമായി വന്ന് നമ്മൾ റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഗോവയോട് ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇനി വഴിയിലുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ ലഞ്ചിനും ഡിന്നറിനൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നെക്സ്റ്റ് ഡേ തന്നെ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർസിറ്റിക്ക് തന്നെ. അച്ഛനവിടെ പോയിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ഡേ ഇവിടെ നിർത്തി പിറ്റേ ദിവസം പറഞ്ഞയക്കുക, അല്ലെങ്കിൽ അന്നത്തെ വൈകിട്ടത്തെ ട്രെയിനിനോ ബസ്സിനോ എന്തെങ്കിലും ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അച്ഛൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബുക്ക് ചെയ്തെന്നുള്ളത് ഒക്കെ വന്നേ. അത് കാരണം കൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ ഇടയിലൊന്നും അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ച് വേഗം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും എല്ലാവരും നിർത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിർത്താമല്ലോ. ലഞ്ചിനും ഇതിനും മാത്രം കേട്ടോ, ഡിന്നർ അത് പിന്നെ ചായ കുടിക്കാൻ ഇടയ്ക്കൊന്ന് ഫ്രഷ് ആവാനും മാത്രം. അപ്പോൾ ലഞ്ചിന് നമ്മൾ ഇവിടെ വഴിയിൽ തന്നെ ഉള്ള വേറൊരു ഫാറ്റ് ഫിഷിലാണ് കയറിയത്. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്നലെ കയറിയതിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അവിടെ കയറി, അവിടെ കുറേ സമയം പോയി. ഇപ്പോൾ ഇവർക്ക് പോകേണ്ട കാരണം കൊണ്ടാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് പോകണമെങ്കിൽ പോട്ടെ, ഇപ്പോൾ ട്രെയിൻ നമുക്ക് പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി. ഇനി രാത്രിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വിജേഷന് ഉറക്കമൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ എത്തി, ഒരു 5 മണി ആവാറായപ്പോഴേക്കും എത്തി. എന്നിട്ട് പിന്നെ 5:30 ആവാറായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഒരു 6:30 കഴിഞ്ഞു ഈ ഒരു ട്രെയിൻ വരാനായിട്ട്. അങ്ങനെ അവരെ വിട്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് നമ്മളൊന്ന് കുറച്ച് നേരം ഉറക്കക്ഷീണം തീർത്തത്. വിജേഷനാണ് ഭയങ്കര ക്ഷീണമായിരുന്നത്. നമ്മൾ പിന്നെ ഇവിടുന്ന് നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ചോറും മീൻകറി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് തന്നെ കണ്ണൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് തുറക്കാനേ പറ്റണ്ടായില്ല. അതിന് ഞാനൊക്കെ നല്ല ഉറക്കമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗോവയ്ക്ക് പോകുമ്പോൾ രാത്രിയാണ് പോയതെങ്കിലും അധികം ഉറങ്ങിയില്ല. കുറേയൊക്കെ ഞാനിങ്ങനെ ഉറങ്ങാണ്ട് ഇരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇരുന്നുണ്ടോയെന്ന് തന്നെ അറിയില്ല. കാരണം കാറിൽ കയറിയാൽ എനിക്ക് ഉറക്കം വരും, അങ്ങനത്തെ ആളായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ എനിക്കേറ്റ അത്ഭുതമായി, ഞാൻ ഇത്ര നേരം കണ്ണ് മേടിച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന്. ഇടയ്ക്കൊന്ന് ചില സ്ഥലങ്ങളിലൊന്നും കണ്ണടഞ്ഞു പോകുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്കിരിക്കാൻ ഉറക്കം വരണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഉറക്കം വരണ്ടായിരുന്നു. കുറേ നേരം ഉറങ്ങി ഞാൻ. അമ്മ മാത്രമാണ് ഇങ്ങനെ അധികം ഉറങ്ങാണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഫാറ്റ് ഫിഷിൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരും തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതേ വഴിയിൽ വെച്ച് ഇതേ ഒരു ലോറിയൊക്കെ മറിഞ്ഞെടുക്കണുണ്ടല്ലേ. ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി. ഇത് വണ്ടി ഇങ്ങനെ ആ ലോറി ഇങ്ങനെ റോഡിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നേ. അപ്പോൾ പിന്നെ അത് മാറ്റിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റിയത്. കുറച്ച് നേരം അവിടെ ഒന്ന് കുടുങ്ങി. പിന്നെ അതൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി. പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടെങ്കിൽ സന്ധ്യ ഭയങ്കര നേരത്തൊക്കെ കാണാനായിട്ട് കേട്ടോ ഈ ഭാഗമൊക്കെ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നാട്ടിലേക്ക് പോകുന്ന വഴികൾ പോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഇതുള്ളൂ. പിന്നെ ഞാനിനി നമ്മൾ ചായ കുടിക്കാനായിട്ടും ഫ്രഷ് ആവാനായിട്ടും ഡിന്നറിന് മാത്രം നിർത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തെ ഗോവ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസം ഗോവയൊന്നും കാണിക്കാനൊന്നുമില്ല.
പിന്നെ നമ്മൾ ഇടയ്ക്കൊന്നും നിർത്തിയില്ല, ലോണ് കഴിഞ്ഞ് ഒറ്റയടിക്ക് ഇങ്ങനെ പോരല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഈ ഒരു ഹൈവേ തട്ക അവിടെ പോയി നമ്മൾ ഫ്രഷായി ഒന്ന് ചായയൊക്കെ കുടിച്ച് അതുപോലെ ഒരു ഉള്ളിവടയൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഇവരുടെയൊക്കെ കാറ് മോനേട്ടൻ അമ്മു അവരുടെയൊക്കെ കാറ് നേരത്തെ പോയി. പിന്നെ നിർത്തിയത് നമ്മൾ ഡിന്നറിന് വേണ്ടി ഇവിടെ ഒരു കഹാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നിർത്തിയത്. അവിടെ പോയി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാഴ്സൽ വാങ്ങി. നെക്സ്റ്റ് ഡേ ഇവർക്ക് പോകണ്ടേ, ഇവർക്ക് പോകാൻ വേണ്ടി അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും, പോകാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. എന്നാലും പാഴ്സൽ വാങ്ങി കൈ പിടിച്ചു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് ഇവിടെ നമ്മളിങ്ങനെ പുറത്തിരുന്ന് ഒരു ഔട്ട്ഡോർ ഡിന്നർ സെറ്റപ്പൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ പോലെ ഉണ്ട്, അതിൽ കൂടെ പോയി നല്ല രസമുണ്ട് അവിടെ മൊത്തം ആംബിയൻസൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഇവിടെയും കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ പതുക്കെ വീണ്ടും യാത്ര തുടങ്ങിയത്. വഴിയിൽ പോണ വഴിക്കൊക്കെ വിജേഷിന് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരണ്ടായിരുന്നു. വിജേഷ് ഇടയ്ക്ക് ഒന്ന് ഒരു 10 മിനിറ്റ് കിടക്കട്ടെ വെച്ചാന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങും, പിന്നെ ഇടയ്ക്ക് മുഖമൊക്കെ കഴുകും, അങ്ങനെയൊക്കെയായി. അങ്ങനെ ആണ് രാത്രി ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നത്. എന്തായാലും നമ്മൾ സമയത്തിന് മുമ്പ് എത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ വേഗം ഒരു കുക്കറിൽ ചോറൊക്കെ വെച്ചു. എന്നിട്ട് പിന്നെ പാഴ്സൽ വാങ്ങി കൊണ്ടുവന്നതൊക്കെ ഒന്ന് ചൂടാക്കി ഒക്കെ പാത്രത്തിലാക്കി കുറച്ച് ഫ്രൂട്ട്സും ഓർഡർ ചെയ്തു, വെള്ളമൊക്കെ ആക്കി അങ്ങനെ അവരെ പറഞ്ഞയച്ചു. അതിങ്ങനെ കൊടുത്തയക്കാൻ പറ്റിയില്ല എന്നൊരു സമാധാനം. അച്ഛനെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ല ആൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ പുറത്തുനിന്നുള്ള ഫുഡ്, അതായത് ട്രെയിനിൽ നിന്നുള്ളത് പ്രത്യേകിച്ചും കഴിച്ചാൽ എങ്ങനെയായിരിക്കും, ഇനി അവിടെ ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വയ്യായ വന്നാലോ. ഒന്നാമതേ അവിടെ നിന്ന് പോരുമ്പോഴേ ആൾക്ക് ഈ കോൾഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റിൻ്റെ ഭയങ്കര ഇതുണ്ട്, പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ആൾക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വരുമ്പോഴത് കേട്ടോ മിക്കപ്പോഴും അച്ഛന് വന്ന് കുറച്ച് കഴിയുമ്പോൾ തണുപ്പൊക്കെയുള്ള സീസണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾഡൊക്കെ വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരു ടെൻഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു ട്രെയിൻ എത്താൻ. പിന്നെ എത്തി, അധികം നേരം നിൽക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ ഇവരെ വിട്ടിട്ട് പിന്നെ തിരിച്ചു പോയി. ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ വിജേഷിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉണ്ടായി, അത് കഴിഞ്ഞൊരു 1 hour കണ്ട് കിടക്കാൻ പറ്റിയില്ല. എന്നിട്ട് പിന്നെ പുറത്ത് പോകേണ്ടി വന്നു വേറൊരു മീറ്റിങ്ങിനോ എന്തോ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഇതാ അച്ഛനോടും അമ്മോടും ഞങ്ങൾ ബായ് പറഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഗോവയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഇതിന് മുമ്പത്തെ 2 വീഡിയോകളും കുറച്ചൊക്കെ ഗോവ അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.